നമ്മുടെ ചുരിദാർ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഡിസൈൻ വരുന്ന ഇതാട്ടോ. ഇത് നമുക്ക് സത്യത്തിൽ വിജിത്ര സിൽക്കാണ് ഫാബ്രിക്. നമുക്ക് കോമൺ ആയിട്ട് വിജിത്ര വന്നുകൊണ്ടിരുന്ന ഡിസൈൻസ് ഒക്കെ മടുത്തു തുടങ്ങിയത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല കളേഴ്സിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് കളേഴ്സ് ഓരോന്നോരോന്നും ഒന്നിനൊന്നും മെച്ചമെന്ന് പറയുന്ന ഷെയ്ഡ്സ് ആണ് എല്ലാം. ഫസ്റ്റ് കളർ ഈ ഒരു മെറൂൺ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ശരിക്കും വൈൻ്റെ തന്നെ ഒരു കാറ്റഗറിപ്പെട്ട കളറാണ്. നമ്മുടെ റെഡ് വൈൻ്റെ ഒക്കെ ഒരു ഷെയ്ഡില്ല, ആ ടൈപ്പ് ഒരു കളറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫുള്ള് നമുക്ക് ടോപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൽ ഫുൾ ഇതുപോലെ ചെറിയ നമ്മൾ നേരത്തെ വന്നിട്ടില്ലേ സ്റ്റോൺസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ചെറിയ ഗ്ലിറ്റർ ടൈപ്പ് ഒരു ഡിസൈൻ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോയേക്കുവാണേ. അതൊരു വെറൈറ്റി ലുക്കാട്ടോ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, വാഷ് ചെയ്യുമ്പോൾ പോകുന്നു അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോകുന്നില്ല കേട്ടോ. എപ്പോഴും പറയാറുള്ള പോലെ മെനക്കെട്ടിരുന്നൊക്കെ അങ്ങനെ ഫ്രണ്ട് എടുത്താൽ ചിലപ്പോൾ പോകുമായിരിക്കും, അല്ലാതെ പെട്ടെന്ന് പോകുന്നില്ല. കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലില്ല, ഫ്രണ്ടിൽ മാത്രമായിട്ട്. അതാ ഒരു ഡാർക്ക് ഷെയ്ഡിലായതുകൊണ്ട് എന്തായാലും അത്ര ഭംഗിയാണ് കാണാനായിട്ട്. ദുപ്പട്ട മൊത്തത്തിൽ ഇതുപോലെ ത്രെഡ് വർക്ക്, അതിൽ ഈ ഒരു ടൈപ്പ് ഇതല്ല, മൊത്തം ത്രെഡിൻ്റെ ഡിസൈൻ. ഇത് നിങ്ങൾക്ക് വേറെ എൻ്റെ കൂടെ ഉപയോഗിക്കാം, കാരണം അത്രയും പാർട്ടി വെയർ ലുക്ക് കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു മോഡലാണ്. സെയിം കളറും ഫാബ്രിക്കുമാണ്. അതിൽ ഈ കുഞ്ഞായിട്ട് എംബ്രോയ്ഡറി വർക്ക് ശരിക്കും നമുക്ക് ആ ഒരു നോർമൽ മെഷീൻ വർക്കിനേക്കാളും അത്യാവശ്യം കാണാൻ ഇച്ചിരി കൂടെ നമുക്കൊരു ലുക്ക് തോന്നിക്കും. എന്നാൽ പ്രൈസ് റേഞ്ച് ഒക്കെ നല്ലതായിട്ട് റേറ്റ് കുറച്ച് ചെയ്തേക്കുന്നത്, കാരണം ഭയങ്കര തിക്നെസ്സിലല്ല, ലൈറ്റ് ആയിട്ടാണെങ്കിലും കാണാൻ നല്ല രസമാണ് കേട്ടോ. മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്, അടുപ്പിച്ച് തന്നെ മൊത്തം വർക്കാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് കളർ ഞാൻ പറഞ്ഞത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് വൈൻ ഒക്കെ കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളർ സാറ്റിൻ സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. പ്രൈസ് റേഞ്ചും നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്പർ U492, റേറ്റ് 890 മാത്രമേ ഉള്ളൂ, 890. നമുക്ക് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ബ്ലൂവിൻ്റെ നല്ല ഒരു ടീൽ ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിലും സെയിം ഡിസൈൻ തന്നെ, ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, സെയിം ഡിസൈൻ തന്നെയാണ്. കളേഴ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാം വിചിത്രയുടെ കളേഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ, അത്ര നല്ല ഡാർക്ക് ഷെയ്ഡിൽ ചെറിയ ഡബിൾ ടോൺ വരുന്ന സൈസ് നല്ല ഷെയ്ഡ്സ് ആണെല്ലാം. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയും അതുപോലെ തന്നെ അത്ര ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ്, നല്ല ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക് സെയിം കളർ. നമ്പർ U494, റേറ്റ് 890. മൂന്നാമത്തെ ഷെയ്ഡ് നല്ല വെറൈറ്റി, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഡാർക്ക് കോഫി ബ്രൗണിൻ്റെ ഷെയ്ഡാണ്. ഒരിടയ്ക്ക് നമുക്ക് ഈ ഒരു ബ്രൗൺ ഭയങ്കരമായിട്ട് ഹിറ്റായി വന്നായിരുന്നു കേട്ടോ. അതിങ്ങനെ മാറി മാറി വരും. അപ്പോൾ പിന്നെയും ആ ഒരു ബ്രൗൺ നല്ല ട്രെൻഡിങ് ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല രസം ഈ ബ്രൗൺ കാണാനായിട്ട്, കാരണം ഈ ഒരു ലൈറ്റ് ഗോൾഡൻ്റെ ഫിനിഷിലുള്ള വർക്കുകൾക്കൊക്കെ ഈ ബ്രൗണെ ഭയങ്കര രസമാണ്. പിന്നെ ബാക്കി കളേഴ്സൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണല്ലോ, അതിനകത്ത് എന്തായാലും ഭംഗിയുണ്ട്. ഇത് കുറച്ച് ഒരു വെറൈറ്റി ലുക്കിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാട്ടോ. ഞാൻ പറഞ്ഞ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് വർക്ക് വരുന്നത്. അടുപ്പിച്ച് നിങ്ങൾ നോക്കി എന്ന രസമാണ്, അടുപ്പിച്ച് നോക്കിയാലും അകലേക്ക് നോക്കിയാലും എല്ലാം നല്ല രസമായി ഒരു വർക്ക് കാണാനായിട്ട്. ഇതിൻ്റെ നമ്പർ U495, റേറ്റ് 890. അടുത്തത് നല്ല ഡാർക്ക് ഗ്രേപ്പ് വൈൻ്റെ നല്ല ഡാർക്ക് ടോൺ കേട്ടോ. സെയിം തന്നെ വർക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനെപ്പറ്റിയും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും എന്തായാലും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ്സ് ആണ് ഇതെല്ലാം. ദുപ്പട്ട ഡിസൈൻ ഇല്ല കേട്ടോ. ബോട്ടം സെയിം കളർ കേട്ടോ, കറക്റ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. എല്ലാം നല്ല ഫാബ്രിക്കാണ്. വിചിത്രയെ പറ്റി അറിയാലോ, അങ്ങനെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ബോട്ടം ആണെങ്കിലും നല്ല ഫാബ്രിക്കാണ് സാറ്റിനിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്പർ U496, റേറ്റ് 890. ലാസ്റ്റ് വൺ പറയേണ്ട ആവശ്യമില്ല, നല്ല ബ്ലാക്കിലാണ് ആ ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിങ്ങനെ ഒരു ലിക്വിഡ് ഡിസൈൻ ആട്ടോ, ലിക്വിഡ് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ പാറ്റേണിലാണ് അത് പോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇതുണ്ടല്ലേ, ചിലർക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്തു. പിന്നെ ദുപ്പട്ട സെയിം ഫുൾ എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ്, നല്ല ലെങ്ത്തും കാര്യങ്ങളും ഉണ്ട്. ഈ ദുപ്പട്ടയൊക്കെ എന്തായാലും നിങ്ങൾക്ക് വേറെ കൂടെ ഉപയോഗിക്കാം കേട്ടോ, കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. പ്ലെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഐറ്റം. പിന്നെ ഈ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ അല്ലെങ്കിൽ യെല്ലോയുടെ ഷെയ്ഡിലൊക്കെയുള്ള ടോപ്പൊക്കെ വെച്ചിട്ട് ഇത് മാച്ച് ചെയ്താൽ എല്ലാ കളേഴ്സുമായിട്ടും മാച്ചായി പോകുന്ന ഒരു ഡിസൈൻ ആട്ടോ ഇത്. പിന്നെ നമ്പർ U493, റേറ്റ് 890.